നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കോൾസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ്, ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഫുള്ള്, അവരാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതുവരെ എനിക്ക് വന്നിട്ടുള്ള കോൾ മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു, ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു ടീം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളവർ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നന്നായിട്ട് ചെക്ക് ചെയ്യുക. അത് ഫേക്കായിട്ട് ഉണ്ടാക്കുന്ന സ്ക്രീൻഷോട്ടാണ്. എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിൾ പേയിൽ അയക്കുന്ന സ്ക്രീൻഷോട്ട് ആണെങ്കിലും പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഗ്രീൻ ടിക്ക് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചാറ്റിൽ നമുക്ക് ഇമോജീസ് ഇല്ലേ, അതിലുള്ള ഒരു സ്ക്വയറിൽ വരുന്ന ഗ്രീൻ ടിക്കായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്ത് അയക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇതുപോലെ എനിക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അനുഭവം ഉള്ളതുകൊണ്ട് അറിയാം. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എനിക്ക് ആദ്യമായിട്ടൊക്കെ ഇതുപോലെ കോൾ വന്നപ്പോൾ ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചു പോയി. നമ്മൾ അക്കൗണ്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, പക്ഷേ അവരത് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കുക. ഇങ്ങനെ ഒരു ടീം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അവനത് അയച്ചപ്പോഴത്തേക്കും അവന് മനസ്സിലായി, അവൻ്റെ പണി പാളി എന്നുള്ളത് അവന് മനസ്സിലായി. ഞാൻ പറഞ്ഞ് ഓൾറെഡി ഇതുപോലെ എനിക്ക് ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇതിവിടെ ചിലവാകത്തില്ല. ഭിക്ഷ എടുത്ത് ജീവിക്കുന്നത് ഇതിനെക്കാട്ടി അന്തസ്സുണ്ടല്ലോ, ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണമെന്ന് തന്നെ ഞാൻ അവനോട് ചോദിച്ചു. പിന്നെ അവൻ ആ വഴിക്ക് വന്നിട്ടില്ല, എന്നെ വിളിക്കുകയോ ചെയ്തില്ല, മെസ്സേജും അയച്ചില്ല. അവൻ ആ വഴിക്ക് ഓടിയതാണ്, പിന്നെ വന്നിട്ടില്ല. സോ ഇതുപോലുള്ള ഇൻസിഡൻസ് നിങ്ങൾക്കും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പാനിക് ആവരുത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരും സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുമ്പോൾ ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. വെറുതെ ഇവർ അതിൻ്റെ പുറകെ ഇറങ്ങുകയല്ല. ഞാൻ മെഹന്തി ആർട്ടിസ്റ്റാണെന്ന് അവർക്കറിയാം. എൻ്റെ ഇൻസ്റ്റഗ്രാം വഴിയായിരിക്കും എൻ്റെ നമ്പർ കിട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ സ്ഥലം ആലപ്പുഴയാണെന്നുള്ളതും അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടായിരിക്കും ഇവർ നമുക്ക് കോൾ ചെയ്യുന്നത്. നിങ്ങളതിൽ വീണ് പോകരുത്. ആദ്യം ഇതുപോലെ ഒരു കോൾ എനിക്ക് വന്നത് ഒരു സ്ത്രീയായിരുന്നു വിളിച്ചത്. പുള്ളിക്കാരി പറഞ്ഞത് അവർ ദൂരെ ഉള്ളതാണ്, ആലപ്പുഴ വെച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്, അവർക്ക് മെഹന്തി ഇടാനാണെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു കോൾ എനിക്ക് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജാണ്. വല്ല മലയാളി ആയിരുന്നെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് മറുപടി കൊടുക്കാമായിരുന്നു. ഇത് വേറെ ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും എൻ്റെ കുറേ അനുഭവങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പേജ് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.